ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം T20യിൽ 7 വിക്കറ്റിന് കിട്ടലും ചെയ്യും. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 161 റൺസ് എടുത്തെങ്കിലും മഴവില്ലനായി എത്തുകയായിരുന്നു. മഴവില്ലനായി എത്തിയപ്പോൾ ഡിഗ്ലസ് പ്രകാരം ഇന്ത്യക്ക് ജയിക്കാൻ 8 ഓവറിൽ 78 റൺസ് വേണം. 6.3 ഓവറിൽ ഇന്ത്യ അത് തീർക്കുകയും ചെയ്തു. മലയാളി താരം സഞ്ജു സാംസൺ ഈ രണ്ടാം T20യിൽ ഇടം പിടിച്ചിരുന്നു. ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് പകരക്കാരനായാണ് താരം ടീമിൽ ഇടം പിടിച്ചത്. ഓപ്പണറായി ഇറങ്ങിയ താരം ആദ്യ ബോളിൽ തന്നെ ബൗൾഡ് ആവുകയായിരുന്നു. തീക്ഷണ എറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യ ബോളിൽ തന്നെ സഞ്ജു സാംസൺ ബൗൾഡായി. അതൊരു ക്യാരം ബോളായിരുന്നു. സഞ്ജു സാംസന്റെ യാതൊരുവിധ മൂവ്മെൻറ്റും ആ ബോളിൽ നിന്ന് ഉണ്ടായില്ല. രണ്ടാം ബോളിൽ സൂര്യകുമാർ യാദവ് കഷ്ടിക്കാണ് രക്ഷപ്പെട്ടത്. എന്നാൽ വീണ് കിട്ടിയ അവസരത്തെ നശിപ്പിച്ചതിന് താരത്തിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. എന്നാൽ ഒരു മാച്ച് കൊണ്ട് ഒരു താരത്തെ വിമർശിക്കുന്നത് ശരിയല്ല. ഋഷഭ് പന്ത്, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ എന്നിവർ 0 പുറത്തായാൽ പോലും ഇത്രയധികം വിമർശനം നേരിടുമോ എന്ന് സംശയമുണ്ട്. സത്യത്തിൽ ഈ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കാൻ സാധ്യതയില്ലായിരുന്നു. ശുഭ്മാൻ ഗില്ലിന് കഴുത്ത് വേദന മൂലമാണ് താരം ടീമിൽ ഇടം പിടിച്ചത്. സ്ക്വാഡിലുണ്ടെങ്കിലും പ്ലേയിങ് 11-ൽ ഇടം കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്ത താരം. കൂടാതെ കിട്ടിയ അവസരം മഴയും വില്ലനായി എത്തി. പകുതി മഴയും കൊണ്ടുപോയോടെ ക്രീസിലെത്തിയ സഞ്ജു സാംസൺ ഈ കിട്ടിയ അവസരം ഇനി കിട്ടുമോ എന്നുള്ള സംശയവും മനസ്സിലുണ്ട്. ഇങ്ങനെ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു പ്ലെയർ എങ്ങനെ പ്രഷർ സിറ്റുവേഷൻ ഇല്ലാതെ കളിക്കും? കൺസിസ്റ്റൻസി ഇല്ലെന്ന് പറയുന്ന മാമന്മാർ കണ്ടിന്യൂസ് ആയിട്ട് അവസരം കൊടുക്കുന്നില്ലെന്ന് വേണം പറയാൻ. ഉദാഹരണത്തിന് ഋഷഭ് പന്ത് കഴിഞ്ഞ 5 വർഷത്തിൽ 76 T20 മത്സരങ്ങളാണ് കളിച്ചത്. കൂടാതെ നീണ്ടൊരിടവേളയും ആക്സിഡന്റ് പറ്റി താരം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സഞ്ജു സാംസൺ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കളിച്ചത് വെറും 29 T20 മത്സരങ്ങൾ മാത്രമാണ്. കൂടാതെ 7 വ്യത്യസ്ത ബാറ്റിംഗ് പൊസിഷനിൽ താരം കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം താരത്തിനെ എങ്ങനെയെല്ലാം തഴയുന്നുണ്ടെന്ന്. താരത്തിനെ വിമർശിക്കുന്നവർക്ക് അടുത്ത മത്സരത്തിൽ താരം മറുപടി കൊടുത്തിരിക്കും. രണ്ടാം T20 മത്സരം വിജയിച്ചതോടെ ഇന്ത്യ ഈ ട്രോഫി സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കും. ഇതിന് മറുപടി നൽകുകയും ചെയ്യും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.